ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാം തിരുലിഖിതം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. ഇതാ കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് സിംഹക്കുട്ടിയെ പോലെ ഉണരുക എന്നതിനെ കുറിച്ചാണ്. മക്കബായരുടെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം. പ്രവർത്തനങ്ങളിൽ അവൻ ഒരു സിംഹത്തെ പോലെയായിരുന്നു. ഇരയ്ക്കായി അലറുന്ന സിംഹക്കുട്ടിയെ പോലെ അവൻ അധർമ്മികളെ തെരഞ്ഞു പിടിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കുന്ന നിമിഷങ്ങളാണെന്ന് തിരിച്ചറിയുവിൻ. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ഞാനിപ്പോൾ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്ത് എനിക്ക് വളരെയേറെ ടെൻഷനും പിരിമുറുക്കവും ഭയവും അനുഭവപ്പെട്ടിരുന്നു. ഞാൻ വല്ലാതെ ഞെരുങ്ങി. ഞങ്ങൾ സ്ഥിരമായി ഷാലോം TV-യിലെ അഭിഷേകാഗ്നി ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബമാണ്. എൻ്റെ വേദന അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല റിസൾട്ട് തരികയാണെങ്കിൽ കത്തെഴുതി അറിയിക്കുമെന്ന് ഞാൻ വിചാരിച്ച്. അത്ഭുതമെന്ന് പറയട്ടെ, റിസൾട്ട് വന്നപ്പോൾ 98% മാർക്കോടെ ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. 98% നല്ല റിസൾട്ടോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആ എളിയ പൈതലിനെ കർത്താവ് കൈകൾ നീട്ടി, കൈകൾ തുറന്ന് അങ്ങോട്ട് അനുഗ്രഹിച്ച്. പ്രിയ ദൈവ പൈതലെ, ഇന്നൊരു ഞെരുക്കത്തിലോ ഒരു കുരുടായി പോയ അവസ്ഥയിലോ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിലോ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് കരം തുറന്നാൽ എല്ലാവരുടെ മേലും സന്തോഷം കൊണ്ട് നിറയും. 145-ാം സങ്കീർത്തനത്തിലെ 16-ാം തിരുലിഖിതം. കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. രോഗികൾ ആ രോഗക്കിടക്കയിൽ കിടന്ന് സ്തുതിക്കട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇരിക്കുന്നവർ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ ആ രോഗികളുടെ മേൽ കൈകൾ വെച്ച് മാറ്റി കുടുംബാംഗങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി, യേശു നാമത്തിൻ്റെ അത്ഭുത ശക്തി, യൂദാ വംശത്തിൻ്റെ സിംഹത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിന് മേൽ വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, ലൂക്കായുടെ സുവിശേഷം 6:19. അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ വചനത്തിന് ശക്തിയാൽ ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യാക്കോബ് 5:15. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. ഈ വചനശക്തി ഇപ്പോൾ രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഇപ്പോൾ ഇത് അന്വർത്ഥമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കുഞ്ഞുങ്ങൾ അത്ഭുതങ്ങൾ കാണട്ടെ കർത്താവേ. യുവതിവാക്കന്മാരുടെ മേൽ കൃപ നിറയട്ടെ കർത്താവേ. അന്ധകാര കോട്ടകളെ യേശുനാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ.
സിംഹക്കുട്ടിയെ പോലെ ഉണരുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകരുടെ കുടുംബങ്ങളിലും ശുശ്രൂഷ ജീവിതത്തിലും പങ്ങിപ്പരുങ്ങി നടക്കുന്ന തരത്തിലുള്ള ചില രീതികളും ചില സ്വഭാവങ്ങളും കാണുകയാണ്. ഒരു പ്രത്യേക തരത്തിലൊരു പതുക്കം, ഒരു ഒതുക്കം, ഒരു തീഷ്ണതയുടെ കുറവ് പ്രാർത്ഥനകളിൽ കാണുകയാണ്, ശുശ്രൂഷകളിൽ കാണുകയാണ്. എല്ലാ സ്ഥലത്തും ഒരു പ്രത്യേക മന്ദത ചിലരെ ഉപദ്രവിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്നാണോ വിചാരിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പം എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി എന്നാണോ വിചാരിക്കുന്നത്? ബൈബിൾ പഠിക്കുമ്പം എങ്ങനെയെങ്കിലും ബൈബിൾ പഠിച്ചാൽ മതി എന്നാണോ വിചാരിക്കുന്നത്? ഉപവസിക്കുമ്പം എങ്ങനെയെങ്കിലും ഉപവസിച്ചാൽ മതി എന്നാണോ വിചാരിക്കുന്നത്? ആത്മീയ കാര്യമാണോ? പൗരുഷം വേണം, നല്ല തീഷ്ണതയോടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യണം. ഒരു ഉദാഹരണം ബൈബിളിൽ കാണുന്നുണ്ട്. മക്കബായരുടെ 1-ാമത്തെ പുസ്തകം എടുക്കുക, അതിൽ 3-ാമത്തെ അധ്യായം. എല്ലാവരും ബൈബിൾ തുറന്നുകൊള്ളുക. ഭവനത്തിൽ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ ഭവനത്തിൽ ബൈബിൾ തുറന്ന് കൂടെ ബൈബിൾ പഠിച്ച് മുമ്പോട്ട് പോവുക. ബൈബിളിൽ 1 മക്കബായർ 3-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള തിരുലിഖിതങ്ങൾ. അതിൽ 4-ാമത്തെ വാക്യത്തിൽ യൂദാസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ പ്രവർത്തനത്തിൽ ഒരു സിംഹത്തെ പോലെ ആയിരുന്നു. അവൻ ഒരു സിംഹക്കുട്ടിയെ പോലെ, ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ അവൻ അധർമ്മികളെ തെരഞ്ഞു പിടിച്ച്, ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ ഉണർവ് വേണം, ഒരു തീഷ്ണത വേണം. ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴും അങ്ങനെ തന്നെ വേണം. ഒരു ആത്മീയ കാര്യത്തിന് പുറപ്പെടുമ്പോൾ അങ്ങനെ തന്നെ വേണം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൂട്ടത്തിൽ എന്നെ വളരെ സ്നേഹിക്കുന്നൊരു അച്ഛൻ. ആ അച്ഛൻ അട്ടപ്പാടി സഹീവൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നൊരു കാര്യം, വേറെ ആരും അറിയാതെ അച്ഛൻ ചില സംഭവങ്ങൾ ചെയ്യും. ഒരു ദിവസം അച്ഛൻ ചെയ്തെന്താ വെച്ചാൽ, ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ ആ ധ്യാനത്തിന് ഞാൻ അവിടുന്ന് എപ്പോൾ പുറപ്പെട്ടോ അപ്പോൾ ഭക്ഷണം നിർത്തി, എന്നിട്ട് വെറും വെള്ളം മാത്രം കുടിച്ചിരിക്കുക. എന്നിട്ട് എന്നാണോ ഞാൻ തിരിച്ചു വരുന്നത്, ചിലപ്പോൾ ഞാൻ 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്. ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് വരും, ചിലപ്പോൾ 1 ആഴ്ച കഴിഞ്ഞ്. എന്നാണോ തിരിച്ചു വരുന്നത് അന്നേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉപവാസത്തോടെ ഇരിക്കുക. ഒരു നേരമല്ല, ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, എന്നാണോ അച്ഛൻ വരുന്നത് അന്നേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു വേദന, ആ ഒരു ത്യാഗം, ആ ഒരു പരിത്യാഗം കാഴ്ചവെച്ച് ഒരു സിംഹക്കുട്ടിയെ പോലെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു എളിയ കർത്താവിൻ്റെ പൈതലിനെ കാണുവാൻ ഈ ജീവിതകാലത്ത് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ അച്ഛൻ്റെ ശുശ്രൂഷയിൽ കാണുന്ന പ്രത്യേകത എന്താണെന്നറിയോ? അച്ഛൻ വെറുതെ അതരം തുറന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അച്ചട്ടായിട്ട് നടക്കുകയാണ്. ഒരു ദിവസം സഹീവൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു സ്റ്റാഫ്, ഒരു ജോലിക്കാരി, ആ കുടുംബത്തിലെ 10-20 വർഷമായിട്ടുള്ള ചില ഞെരുക്കം അച്ഛനോട് പറഞ്ഞ്, ഇതാ ശ്വാസമുട്ടലാണ്, വലിവാണ്, മെഡിക്കൽ സയൻസിന്റെ ചികിത്സ ഒന്നും ഫലിക്കുന്നില്ല, വീട്ടിൽ കിടന്ന് കുട്ടി വിഷമിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ മാറിയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ ചെല്ലേണ്ട ആവശ്യം വന്നില്ല. ആ സ്റ്റാഫ് അംഗം, ആ ജോലിക്കാരി കോമ്പൗണ്ട് വിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഫോൺ വന്ന്, ഇതാ കുട്ടി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. ഇതാണ് സിംഹക്കുട്ടിയെ പോലെ, ഇരയ്ക്കായി അലറുന്ന സിംഹക്കുട്ടിയെ പോലെ കർത്താവിന്റെ സന്നി ഉണർന്നാൽ ദൈവശക്തി വ്യാപരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, മക്കബായരുടെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ദൈവ പൈതലിനെ ദൈവത്തിന്റെ വചനം നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. മത്താത്തിയാസിന്റെ പുത്രൻ മക്കബേയൂസ് എന്ന യൂദാസ് നേതൃത്വം ഏറ്റെടുത്തു. സഹോദരന്മാരും പിതാവിന്റെ പക്ഷം ചേർന്ന് നിന്നവരും അവനെ സഹായിച്ചു. അവൻ ഉത്സാഹത്തോടെ ഇസ്രായേലിന് വേണ്ടി പോരാടി. അവൻ ജനത്തിന്റെ കീർത്തി പരത്തി. മല്ലനെ പോലെ മാർക്കവചം ധരിച്ച് ആയുധമേന്തി അവൻ യുദ്ധം ചെയ്ത് വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി. പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു. ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ അവൻ അധർമ്മികളെ തെരഞ്ഞു പിടിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തിക്കുക. ഇന്ന് ആത്മീയ കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കാട്ടിക്കൂട്ടി അങ്ങനെ മടുത്ത് ചതഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് ദൈവശക്തി പ്രകടമാകാത്തത്. വെടിപ്പോട് ശുദ്ധിയോട് തീഷ്ണതയോട് ചെയ്യാൻ പറ്റുമോ? ദൈവശക്തി അവിടെ ഇറങ്ങും, വിശ്വാസം അവിടെ ജ്വലിക്കും, അത്ഭുതങ്ങൾ അവിടെ കാണും. കർത്താവിന്റെ ആത്മാവ് മഹാപ്രവാഹം പോലെ ആ ജനത്തിന്റെ മേൽ പ്രവഹിക്കുന്നത് കാണാൻ ദൈവം ഇടവരുത്തും.
ഒരു ഉണർവ്, ഒരു തീഷ്ണത ശുശ്രൂഷകളിൽ, പ്രാർത്ഥനകളിൽ, ആത്മീയതയിൽ, വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. നമ്മൾ വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 14-15 തിരുലിഖിതങ്ങൾ എടുക്കുക. അവിടെ ലവോദിക്കയിലെ സഭയുടെ ദൂതന് സ്വർഗത്തിൽ നിന്ന് ഒരു മെസ്സേജ്, സ്വർഗത്തിൽ നിന്നൊരു സന്ദേശം, സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിന്റെ ഒരു ദൂത് കൊടുക്കുകയാണ്. വായിക്കാം. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, ഒരു സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഒരു തേങ്ങലല്ലേ ഇത്? നിന്റെ കുടുംബത്തെ കുറിച്ച് ഇന്ന് കർത്താവ് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് കർത്താവിന് ഇതുപോലൊരു തേങ്ങലുണ്ടോ? നിന്റെ കർത്താവിന് നിന്റെ ആത്മീയ വ്യക്തിപരമായ ആത്മീയ ജീവിതം കാണുമ്പോൾ നിന്നെ കുറിച്ച് ഇതുപോലെ വേദനിക്കേണ്ട ഒരു അന്തരീക്ഷം ഉണ്ടോ? നിന്റെ പ്രാർത്ഥന കാണുമ്പോൾ, ദേവാലയത്തിലേക്ക് നിന്റെ പോക്ക് കാണുമ്പോൾ, നീ കുർബാനയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ, നിന്റെ ജപമാല അർപ്പണങ്ങൾ കാണുമ്പോൾ, നിന്റെ ബൈബിൾ വായന കാണുമ്പോൾ, നിന്റെ കർത്താവിനുള്ള സ്നേഹം കാണുമ്പോൾ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ കാണുമ്പോൾ, കർത്താവിന്റെ ഒരു ശിഷ്യന നിലയുള്ള നിന്റെ പെരുമാറ്റം കാണുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവ് ലവോദിക്കയിലെ സഭയെക്കുറിച്ച് തേങ്ങലയോടെ സംസാരിച്ചതുപോലെ വ്യതയോടെ സംസാരിക്കാൻ മകനെ, മകളെ, ഇടവരുമോ? ചൂടുണ്ടോ? എരിവുണ്ടോ? ശുഷ്കാന്തിയുണ്ടോ? ഇപ്പൊ തന്നെ എങ്ങനെയാ നിങ്ങളുടെ ഇരിപ്പ്? ചിന്തിച്ചു നോക്കിക്കേ. ഒരു ആത്മീയ പൈതലിന് ചേർന്ന ഇരിപ്പാണോ ഇത്? ഒരു ഉണർവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നുണ്ടോ? ഒരു തീ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. അല്പം ഒരു തീ ആവശ്യമാണ്. ഒരു ശുഷ്കാന്തി, ഒരു ഉണർവ് ആത്മീയ കാര്യങ്ങൾക്ക് വളരെ വളരെ അത്യാവശ്യമുള്ള സംഗതി. ഇത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. നമ്മൾ ബലിയർപ്പിക്കുമ്പോഴാണെങ്കിലും, നമ്മൾ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോഴാണെങ്കിലും, നമ്മൾ രാജ്യത്തിന് ശുശ്രൂഷകൾ ചെയ്യുമ്പോഴാണെങ്കിലും, നമ്മൾ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും, വേണ്ട വചനം കേൾക്കാൻ ഇരിക്കുമ്പോൾ പോലും ഒരു തീയുടെ അനുഭവത്തിൽ, ഒരു ജ്വലിക്കുന്ന അനുഭവത്തിൽ ആത്മീയ കാര്യങ്ങളിൽ പങ്കുചേരണം. ആത്മീയ കാര്യങ്ങളിൽ അലസത നന്നല്ല. ജെറമിയ 48:10 ആത്മീയ കാര്യങ്ങളിൽ അലസനായവൻ ശബ്ദൻ, കർത്താവിന്റെ വേലയിൽ അലസതയോടെ ചെയ്യുന്നവൻ ശബ്ദൻ, ശപിക്കപ്പെട്ടവൻ. ആ ഒരു ശാപം പേറുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്: തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു എളിയ പൈതലിനെ കുറിച്ച് കേട്ടു. അദ്ദേഹത്തെ അച്ഛൻ ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്ന മുമ്പ് ചെയ്തെന്താണെന്നറിയോ? 100 തവണ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ഒരു ഗോപുരമായി മാറിയിട്ടാണ് കൗൺസിലിങ്ങിന് പോയിരുന്നത്. വളരെ പ്രകടമായ അത്ഭുതങ്ങൾ കർത്താവ് അവിടെ ചൊരിഞ്ഞു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ ശക്തി ആദിമ സഭയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കർത്താവിന്റെ ശക്തി അസ്തമിച്ചു എന്ന് ചിന്തിച്ച് വശാകരുത്. നീ ഞാൻ എരിവോടുകൂടി കർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്യുന്നുണ്ടോ? അവിടെ കർത്താവിന്റെ ശക്തിയുണ്ട്. ഇത് നിസ്സംശയമായ നിസ്തർക്കമായ ഒരു സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. ജെറമിയായുടെ പുസ്തകത്തിൽ ദൈവം എപ്പോഴും ദൈവരാജ്യത്തിന്റെ വേലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം പറയണത് തീ കത്തുന്നത് പോലെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യണം. ജെറമിയ പ്രവചനത്തിൽ 23-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്: എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് മണിക്ക് തമ്മിൽ എന്ത് പൊരുത്തം? എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ? ഒരു വചന ശുശ്രൂഷകൻ തമാശ കളി, കുട്ടിക്കളി കാണിച്ച് നടക്കരുത്. ജെറമിയയുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം തിരുലിഖിതം പഠിപ്പിക്കുന്നു: അവർ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നി പോലെയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി വിറകിനെ വിഴുങ്ങിക്കളയും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരു എരിവുള്ള ശുശ്രൂഷ ആഗ്രഹിക്കുന്നു. ദൈവം ഒരു എരിവുള്ള ജീവിതം ആഗ്രഹിക്കുന്നു. ഒരു ശുഷ്കാന്തി, ഒരു ഉണർവ് ഈ കാര്യങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 സാമുവേൽ 17:34 ദാവീദ് എന്ന് പറഞ്ഞ കൊച്ചു ബാലൻ സൗൽ രാജാവിന് മുമ്പിൽ ആനയിക്കപ്പെട്ടിരിക്കുകയാണ്. അവനെ സൗൽ രാജാവ് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെക്കുറിച്ച് തന്നെ ദാവീദ് സൗൽ രാജാവിനോട് പറയുന്ന ഒരു ഭാഗമാണ് 1 സാമുവേൽ 17:34. പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും. അവ എന്നെ എതിർത്താൽ ഞാൻ അവയുടെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും. അങ്ങനെ അനേകം സിംഹങ്ങളെയും കരടുകളെയും ഈ ദാസൻ കൊന്നിട്ടുണ്ട്. സൗലിന്റെ മുമ്പിൽ ദാവീദ് രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യ വേല ചെയ്യുമ്പോൾ, ആത്മാക്കളെ നേടാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ, സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ, മധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ, കുരിശിന് വഴി നടത്തുമ്പോൾ ഇതുപോലൊരു എരിവുണ്ടോ? എൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് വഴി എൻ്റെ പിതാവിൻ്റെ ആടുകളെ തട്ടിക്കൊണ്ടുപോകുന്ന സിംഹം, കരടി അതെല്ലാം പിളർന്ന് അതെല്ലാം കരിഞ്ഞ് ചാമ്പലായി ദൈവജനം വിടുതൽ പ്രാപിക്കണം. ആ ഒരു എരിവ് ഹൃദയത്തിലുണ്ടോ? എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ ഒരു ആത്മാവിൻ്റെ ജലഹത്തിനായി പ്രാർത്ഥിക്കാം. ഓ, ഇന്നലത്തെ തീ, ഇന്നത്തെ ചാരം എഴുന്നേറ്റ് നിൽക്കുക. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, മങ്ങിപ്പോയ തീഷ്ണതയെ വീണ്ടും എരിയിക്കണമേ. 1 മക്കബായർ 3:4 അഭിഷേകം നിറയട്ടെ. അവൻ പ്രവർത്തനങ്ങളിൽ ഒരു സിംഹത്തെ പോലെ ആയിരുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ശുശ്രൂഷകരിലേക്ക് വ്യാപരിക്കട്ടെ, കുട്ടികളിലേക്ക് വ്യാപരിക്കട്ടെ, യുവതിവാക്കന്മാരിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19 തീഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായം 1-ാം തിരുലിഖിതം. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിന് വേണ്ടി ഏലിയ ഒരു ആയുസ് മുഴുവൻ ചെയ്ത ശുശ്രൂഷയെ ഒറ്റ വാക്കിൽ, ഒറ്റ സെന്റൻസിൽ ഇതാ ദൈവത്തിന്റെ വചനം അവതരിപ്പിക്കുകയാണ്. അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട് പന്തം പോലെ അവന്റെ വാക്കുകൾ ജ്വലിച്ചു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ നിമിഷങ്ങളിൽ ഒരു വലിയ അഗ്നി അഭിഷേകം വ്യാപരിക്കണം. യെശയ്യാ 66-ാം അധ്യായം 15-ാം തിരുലിഖിതം.
കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുന്നു. അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഇപ്പോൾ അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. വലിയ ഭയം, ആകുലത, ടെൻഷൻ, നിരാശ, കുറ്റബോധം, പലതരത്തിലുള്ള ദുർപീഡകൾ, ഇങ്ങനെയുള്ള ഓരോ പീഡകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, ഓരോ തരത്തിൽ സാത്താന്യ പീഡകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ യേശുനാമത്തിൽ വിടുവിക്കുന്നു. തിന്മകളും അതിന്റെ കോട്ടകളും തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. സൗത്ത് മൂലങ്കുഴി എന്ന സ്ഥലത്ത് നിന്ന് വന്ന എൻ്റെ പേര് മോളി ജേക്കബ്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകളുടെ പേര് മേരി ജേഷ്മ എന്നാണ്. അവൾ BA 3-ാം വർഷം വിദ്യാർത്ഥിയാണ്. അവൾക്ക് 5 വർഷമായി തുടരെ വയറുവേദനയായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ച് ആയുർവേദവും ഇംഗ്ലീഷും ഹോമിയോപ്പതിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞ് ഈ വയറുവേദന അങ്ങനെ മാറൂല, മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ കുട്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾ TV-യിൽ 8:30 മണിക്കുള്ള അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ആരാധന സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഓരോരുത്തരും രോഗങ്ങളുള്ളവർ തലയിൽ കയ്യിൽ വെച്ച് അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ സമയം എൻ്റെ മോള് തലയിൽ കൈവച്ച് വിശ്വാസത്തോടെ ഈശോ എന്നെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗീയ അപ്പച്ച എൻ്റെ ഈ രോഗം എനിക്ക് മാറ്റിത്തന്നെ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞു. മോള് പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഈ നിമിഷം വരെ എൻ്റെ മോൾക്ക് അത് കഴിഞ്ഞ് വയറുവേദന ഉണ്ടായിട്ടില്ല, മരുന്ന് കഴിക്കേണ്ടിയും വന്നിട്ടില്ല. ഞാനും എൻ്റെ കുടുംബവും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയെ നന്ദി. 5 വർഷമായുള്ള രോഗം ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് യേശുവേ വിശ്വാസത്തോടെ അങ്ങോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. തൽക്ഷണം ആ രോഗം വിട്ടുപോയി. പിന്നെ ഇന്ന് വരെ രോഗം ആ കുട്ടി അലട്ടിയിട്ടില്ല. അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ വന്ന് ഇന്ന് അട്ടപ്പാടി മലമുകളിൽ കർത്താവ് യേശുവിന്റെ നാമത്തെ ഈ സഹോദരി മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കുട്ടി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടിയെന്ന് വിചാരിക്കുന്നത്. BA പഠിക്കുന്ന കുട്ടിയെ പറ്റില്ല അല്ലേ? നല്ല പഠിപ്പുള്ള കുട്ടിയാണ്. അത് തോന്നൽ കൊണ്ട് പറയണതല്ല, ശരിക്കും സ്പഷ്ടമായിട്ട് അങ്ങോട്ട് ആ രോഗത്തിന്റെ വേദന അനുഭവിച്ചിട്ട് അത് മാറിയതിന്റെ സന്തോഷം അനുഭവിച്ചിട്ടാണ് ഇപ്പം വന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. എൻ്റെ പേര് അഗസ്റ്റിൻ ജോസഫ്. എൻ്റെ വീട് പാലാരൂപതയിൽ രാമപുരത്ത്. ഞാൻ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. എനിക്ക് 1.5 വർഷമായി എൻ്റെ മുഖത്ത് നെറ്റിയിലും കവിളിലും കണ്ണിൻ്റെ പെരുകത്തിലും അതുപോലെ ചെവിയുടെ പുറകിലും എല്ലാം നിരവധി ചെറുതും വലുതുമായി വെളുത്ത പാടുകൾ ശരീരത്തിൽ പല ഭാഗത്ത് നെറ്റിയിലും കഴുത്തിലും ചെവിയിലും മുഖത്തും മൂക്കത്തും ഒക്കെ ആയിട്ട് വെളുത്ത പാടുകൾ വരുന്നൊരവസ്ഥയിൽ ഈ സഹോദരൻ വിഷമിക്കാൻ തുടങ്ങി. നിരവധി സ്കിൻ ഡോക്ടർമാരുടെ അടുത്ത് പോയി മരുന്ന് കഴിച്ചു, യാതൊരു കുറവുമില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മെയ്യിൽ ഇവിടെ വന്ന് ധ്യാനത്തിന് വരികയും കഴിഞ്ഞ മെയ് മാസത്തിലെ ആദ്യ വെള്ളി ധ്യാനത്തിന് ഇവിടെ പങ്കുചേർന്നു. വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി അച്ഛൻ രോഗശാന്തി ശുശ്രൂഷയിൽ വെളുത്ത പാടുകൾ പോകുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. അന്ന് ഇവിടെ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നപ്പോൾ സ്തുതിപ്പിന്റെ സമയത്ത് സ്റ്റേജിൽ നിന്ന് അച്ഛനെ അനൗൺസ് ചെയ്തു, ഇതാ ശരീരത്തിൽ വെളുത്ത പാടുകളുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് വെളുത്ത പാടുകൾ അപ്രത്യക്ഷമാകുന്നുവെന്ന് മെസ്സേജ് വന്നു. അന്ന് ആ സമയത്ത് അന്ന് മുതൽ
എൻ്റെ പാടുകൾ ഓരോന്നോരോന്നായി കുറഞ്ഞ് ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും കുറഞ്ഞു. പരിപൂർണമായി ശരീരത്തിൽ നിന്ന് ആ പാടുകൾ വിട്ടൊഴിഞ്ഞു പോയി. കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന് സന്തോഷിച്ച്. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന്.